ഈ പരാതിയെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പം വൈദ്യ പരിശോധനയിലൂടെയൊക്കെയാണല്ലോ പോലീസ് തെളിയിച്ചത്. ഈ പെൺകുട്ടി കുറച്ച് പരാതി മാറ്റി. ഇപ്പൊ 13 വയസ്സേ ഉള്ളൂ. കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിയും ചാറ്റ് GPT-യോടൊക്കെ ചോദിച്ച് ഈ പരാതി ചെറുതായിട്ട് മാറ്റി എന്നെ കയറി പിടിച്ചു, മൊളസ്റ്റ് ചെയ്തു, ശരീരത്തിൽ അവിടെ ഇവിടെയും തൊട്ട് ഉപദ്രവിച്ചു. ഇതാണ് സ്ഥിരം പരാതികൾ വരുന്നത്. ഇങ്ങനെയാണ് ആൾക്കാരെ കൊടുക്കുന്നത്. കാര്യം അപ്പം വൈദ്യ പരിശോധനയെ തെളിയിക്കാൻ കഴിയില്ല. അങ്ങനെ ആയിരുന്നു ഈ കുട്ടി പരാതി കൊടുത്തിരുന്നെങ്കിൽ നേരെ തിരിച്ച് പോലീസിന് തെളിയിക്കാൻ പറ്റില്ല. പ്രായപൂർത്തിയായ ഒരു 90 ദിവസം ജയിലിൽ കിടക്കും. ഈ പയ്യന്മാർക്ക് സ്കൂളിൽ പഠിക്കുന്നവർക്ക് അറസ്റ്റ് ഉണ്ടാവും. ഒരുപക്ഷെ അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. അവരുടെ ജീവിതം പോയി. നിങ്ങൾ അവിടെയാണ് മനസ്സിലാക്കുക, അവരുടെ ജീവിതം പോയി. ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഡിഫെൻഡ് ചെയ്തതിന് 16 ദിവസത്തോളം ജയിലിൽ കിടന്നാണ്. ജയിലുകളിൽ നല്ലൊരു ശതമാനം വ്യാജ ബോക്സോ കിടക്കുന്നവരാണ്. അതായത് കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ല. പലതവണ വീട്ടിൽ വന്ന് ബഹളം വെച്ചു. നീ ബഹളം വെക്കുമല്ലേ എൻ്റെ വീട്ടിൽ, എനിക്ക് മോളുണ്ട്, മോളെ കൊണ്ട് വ്യാജ ബോക്സ് കൊടുപ്പിക്കുക. സ്വത്ത് തർക്കം, അതിർത്തി തർക്കം. ഈ ഫേമസ് ആയ കേസായതാണ്. ചില കേസുകളിൽ പറയാൻ ലിമിറ്റേഷൻ ഉണ്ട്. ഇത് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയോണ്ട് പറയാം. കുട്ടിക്കൽ ജയേന്ദ്രന്റെ കേസ് അവരുടെ കുടുംബ പ്രശ്നമാണ്. 4 വയസ്സുകാരിയെ കുട്ടിക്കൽ ജയേന്ദ്രനെ പോലെ വളരെ മുതിർന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു നടൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല പരാമർശങ്ങളോടെ ജാമ്യം കിട്ടി. നമ്മളെല്ലാവരും റിസ്കിലല്ലേ. കുട്ടിക്കൽ ജയേന്ദ്രന്റെ ഒരുപക്ഷെ കേസ് എല്ലാവരും ശ്രദ്ധിച്ചു കാണും. സുപ്രീം കോടതിയിൽ വളരെ ഫൈറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു കാര്യം കിട്ടിയത്. കാര്യം കോടതി പ്രഥമ ദൃഷ്ടിയാ തന്നെ പറഞ്ഞു നിലനിൽക്കാത്ത കേസാണ്. ഇത് പെട്ടുപോയാലേ നിങ്ങൾ തിരിച്ചാലോചിച്ച് നോക്കുക. നമ്മുടെ ഒരു സഹോദരനാണ്, നമ്മുടെ ഒരു മകനാണ്, നമ്മുടെ ഒരു സുഹൃത്താണ്. പെട്ടുപോയാൽ ജീവിതം പോവാണ്, ജോലി പോവാണ്, ശമ്പളം പോവാണ്, വരുമാനം പോവാണ്, സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയാണ്. അങ്ങനെ ഒരുപാട് പേരുടെ റീഹാബിലിറ്റേഷൻ നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെയാണ് മെൻ കി ബാത്ത് ആപ്പൊക്കെ. ഈ ആപ്പിലൂടെയൊക്കെ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ടും മറ്റും കൊടുക്കുക. അതുകൊണ്ട് ഇതിൽ ഏറ്റവും ചെയ്യാൻ കഴിയുന്ന കോടതികൾക്കാണ്, 2 മീഡിയക്കാർക്കാണ്. ഒന്ന്, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് ഇതിന് നിവേദനം കൊടുത്തിട്ടുണ്ട്. അതിൽ ആരോപിതൻ എന്ന് വിളിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യരുത് എന്നുള്ളതാണ്. ആരോപിതൻ എന്ന് പറയണം. 2, ഈ കേസുകൾ വരുമ്പോൾ ഒരു കോൺഫിഡൻഷ്യൽ പ്രിലിമിനറി എൻക്വയറി നടത്തണം. കാര്യം പോലീസുകാർക്ക് പെട്ടെന്ന് ഈ കേസ് നോക്കുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്നറിയും. അവർ പലപ്പോഴും ഈ കോൺഫിഡൻഷ്യൽ പ്രിലിമിനറി എൻക്വയറി നടത്താത്തതിന്റെ കാരണം ഞങ്ങൾ ആക്ഷൻ എടുത്തില്ല എന്നൊരു തോന്നലുണ്ടാക്കാനാണ്. ഈ 13 വയസ്സുകാരുടെ കേസ് ഒരു എന്താ പറയണേ, ഞെട്ടിക്കുന്ന എക്സെപ്ഷനാണ്. നമ്മളെല്ലാവരും ഞെട്ടി. 13 വയസ്സുള്ള ഒരു കുട്ടിയെ 10 പേര് ചേർന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ. പക്ഷേ നാളെ അത് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് ഒരു പണിയായി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് ഇഷ്യൂ ആകുന്നത്. അതാണ് നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്.